ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഒരു ഗ്രാമം. ആ ഗ്രാമത്തിൽ മരപ്പണിക്കാരനുണ്ടായിരുന്നു. ഒന്നിനു പിറകെ വന്ന പല വിധത്തിലുള്ള ശോധനകൾ ആ മരപ്പണിക്കാരനെ വല്ലാതെ വണ്ണം അലട്ടിക്കൊണ്ടിരുന്നു. കുടുംബ പ്രശ്നങ്ങൾ, കുടുംബത്തിലുള്ള ശണ്ടകൾ, ഇതൊക്കെയും ആ മരപ്പണിക്കാരനെ അവൻ വല്ലാതെ വണ്ണം വേദനിപ്പിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ മരപ്പണിക്കാരൻ തനിക്കുണ്ടായിരുന്ന ആ പണി സാധനങ്ങൾ ഇടുന്ന ഒരു റൂമുണ്ടായിരുന്നു. ആ വർക്ക്ഷോപ്പിൽ ഇയാളുടെ മനസ്സിലെ സംഘർഷ നിമിത്തം ഒന്ന് അടുക്കി പെറുക്കാതെ വേണം മരസാധനങ്ങളും മരം വെട്ടാൻ ഉപയോഗിക്കുന്ന ആയുധങ്ങളും എല്ലാം ചിന്ന ഭിന്നമായി അങ്ങിങ്ങ വലിച്ചെറിഞ്ഞ് ഇട്ടിരിക്കുകയായിരുന്നു ഈ മനുഷ്യൻ. ഒന്നിലും ഒരു സംതൃപ്തിയില്ല. വേദനയും അമർഷങ്ങളും ദുഃഖങ്ങളും മാത്രം ആ മനുഷ്യനുള്ളിലുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അയാൾ അലക്ഷ്യമായി അയാളുടെ പണിപ്പുരയിലിരിക്കുമ്പോൾ അസാധാരണമായി അയാൾ ഒരു കാഴ്ച കണ്ടു. ഒരു പാമ്പ് വളരെയധികം സാവധാനത്തിൽ അയാളുടെ പണിപ്പുരയിലേക്ക് കയറുകയായിരുന്നു. ഇയാൾ അത് കണ്ണെടുക്കാതെ ആ പാമ്പിൻ്റെ ഓരോ ചലനങ്ങളും നോക്കിയിരിക്കുകയായിരുന്നു. പക്ഷെ ആ പാമ്പിനെ കണ്ടാൽ ആഹാരം കഴിച്ചിട്ട് ഒത്തിരി നാളായതുപോലെ അയാൾക്ക് തോന്നി. ഈ പാമ്പ് അയാളുടെ പണിപ്പുരയിൽ കയറി അങ്ങിങ്ങായി ആഹാരം അലയുന്നത് അയാളുടെ കണ്ണിൽപ്പെട്ടു. പക്ഷേ ഇയാളുടെ പണിപ്പുരയിലുള്ള അലക്ഷ്യമായി കിടന്ന സാധനങ്ങൾ കാരണം ഈ പാമ്പിന് നേരാൻ വണ്ണം ആ പണിപ്പുരയിൽ ഓടാൻ കഴിഞ്ഞില്ല. എങ്കിലും അത് ആഹാരം അന്വേഷിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കെ അയാളുടെ പണിപ്പുരയിലുള്ള ചുറ്റിക, കൈവാൾ തുടങ്ങി പലവിധ ഉപകരണങ്ങളും അയാളുടെ പണിപ്പുരയിലുണ്ടായിരുന്നു. പെട്ടെന്ന് ഈ പാമ്പിൻ്റെ ശരീരം ഈ കൈവാളിൽ കുടുങ്ങിയതും ചെറിയൊരു മുറിവ് അതിൻ്റെ ശരീരത്തിലുണ്ടായി. ഈ മുറിവ് കാരണം ഈ പാമ്പിൻ്റെ ശരീരത്തിൽ നിന്ന് ചെറിയൊരു മുറിവുണ്ടായത് കാരണം രക്തം വരാൻ തുടങ്ങി. ഈ രക്തസ്രാവം കണ്ട് പാമ്പിന് ദേഷ്യം വന്നു. ഏതോ ഒരു എതിർ ജീവി ഇതിനെ ആക്രമിക്കുന്നു എന്ന് വെച്ച് ഈ പാമ്പ് വീണ്ടും ആഞ്ഞ് അതിൻ്റെ വാ കൊണ്ട് ഈ കൈവാളിനെ കൊത്താൻ ശ്രമിച്ചു. കൊത്തിയതും ഈ ഇരുമ്പിൽ അതിൻ്റെ വായിൽപ്പെട്ട് വായിൽ നിന്ന് വളരെയധികം ശക്തിയായി രക്തസ്രാവം വരാൻ തുടങ്ങി. ഇത് കണ്ടിട്ട് പാമ്പ് വീണ്ടും കോപിതനായി. ഇത് വീണ്ടും എന്നെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞ് ഈ കൈവാളിൽ എൻ്റെ ശരീരം കൊണ്ട് ആഞ്ഞ് വരിഞ്ഞ് മുറുവാൻ തുടങ്ങി. വളരെയധികം ടൈറ്റായി ഏത് വിധേനയോ ഈ കൈവാളിനെ അതിനെ ഞെരിച്ച് കൊല്ലണം. ഈ കൈവാളിനെ ആഞ്ഞ് വരിയാൻ തുടങ്ങി. ഇത് ആഞ്ഞ് ടൈറ്റാ വരിയ വരെ അതിൻ്റെ ശരീരം അതിൽ മുറുകയും ശരീരത്തിൻ്റെ പല ഭാഗങ്ങൾ മുറിവേൽക്കുകയും ആ പാമ്പ് ദാരുണമായി ചാവുന്നത് മരപ്പണിക്കാരൻ കണ്ണാൽ കണ്ടുകൊണ്ടിരുന്നു. പക്ഷേ ഇയാൾക്ക് ഇത് കണ്ടുകൊണ്ടിരിക്കാനേ സാധിച്ചുള്ളൂ. വേറെ ഒന്നിനും അയാൾക്ക് അതിനെ ഹെൽപ്പ് ചെയ്യാൻ പോലും പറ്റാത്തൊരു സാഹചര്യത്തിലായിരുന്നു ആ മനുഷ്യൻ ഇരിക്കുന്നുണ്ടായിരുന്നത്. ഈ സംഭവം തൻ്റെ കണ്ണിന് മുമ്പ് നടക്കുന്നത് കണ്ടതും ഈ മരപ്പണിക്കാരന് സഡനാ മനസ്സിൽ തോന്നി, ദേഷ്യം ഒന്നിനും കാരണമല്ല, ദേഷ്യം പലവിധ ദോഷത്തിനും കാരണമാകുമെന്ന് നമുക്കറിയാൻ സാധിക്കും. ഇംഗ്ലീഷിൽ ഇപ്രകാരം ഒരു പഴമൊഴി പറയുവാനിടയാവും: ആങ്കർ ഈസ് യുവർ ബിഗസ്റ്റ് എനിമി. കൺട്രോൾ യുവർ ആങ്കർ ബിക്കോസ് ഇറ്റ് ഈസ് ജസ്റ്റ് വൺ ലെറ്റർ എവേ ഫ്രം ഡേഞ്ചർ. അതായത് DANGER ആണ് ഡേഞ്ചർ. അപ്പോൾ ആ ഡേഞ്ചർ ആവണമെങ്കിൽ ആങ്കറിൽ ജസ്റ്റ് ഒരു D മാത്രം ആഡായാൽ മതി. അതുപോലെ നമ്മുടെ ദേഷ്യം കാരണം നമ്മൾ ഒരു ഡേഞ്ചർ സോണിൽ പോകാതെ വേണം നമ്മൾ ആങ്കറെ തണുപ്പിക്കാൻ ശ്രമിച്ചാൽ പലവിധ ദോഷത്തിൽ നിന്നും നമുക്ക് ഫലം കിട്ടുവാൻ സാധിക്കും. ബൈബിൾ നമ്മൾ വായിക്കുമ്പോൾ എഫേസ്യർക്കെതിരെ ലേഖനം 4-ാമത് അധികാരം 26-ാമത് വചനത്തിൽ ഇപ്രകാരം പറയുന്നു: കോപിച്ചാൽ പാപം ചെയ്യാതിരിപ്പിൻ, സൂര്യൻ അസ്തമിക്കുമ്പോഴും നിങ്ങൾ കോപം വച്ചുകൊണ്ടിരിക്കരുത്. അതേ ബൈബിളിൽ യാക്കോബ് എഴുതിയ ലേഖനം 1-ാമത് അധികാരം 19-20 വചനങ്ങളിൽ ഇങ്ങനെ പറയുന്നു: പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ അത് അറിയുന്നുവല്ലോ. എന്നാൽ ഏതു മനുഷ്യനും കേൾപ്പാൻ വേഗതയും പറയുവാൻ താമസവും കോപത്തിന് താമസമുള്ളവൻ ആയിരിക്കട്ടെ. മനുഷ്യൻ്റെ കോപം ദൈവത്തിൻ്റെ നീതിയെ പ്രവർത്തിക്കുന്നില്ല. നമുക്ക് പലപ്പോഴും ദൈവനീതി നമ്മുടെ ജീവിതത്തിൽ നടക്കാത്തതിന് കാരണം നമ്മൾ എടുക്കുന്ന സഡൻ ഡിസിഷൻസാണ്. നമ്മൾ ഏത് കാര്യവും നമ്മുടെ ലൈഫിൽ എടുക്കുന്നെങ്കിലും സാവധാനത്തിൽ ആലോചിച്ച് നമുക്ക് ഡിസിഷൻ എടുക്കുകയാണെങ്കിൽ ദൈവനീതി നമ്മുടെ ലൈഫിൽ നിറവേറാൻ സാധിക്കും. ഇല്ല, നമ്മുടെ ഇഷ്ടപ്രകാരം നമ്മൾ കേൾക്കുന്നതിന് മുന്നേ നമ്മൾ മറുപടി പറഞ്ഞ് അത് കോപത്തിനും
വലിയൊരു ഡേഞ്ചറിന് കാരണമായി മാറും. ഇല്ല, സാവധാനത്തിൽ യാക്കോബിൽ പറയുന്നത് പോലെ നമ്മൾ കേൾപ്പാൻ വേഗതയും പറയുവാൻ താമസമുള്ളവരായിരുന്നാൽ നമ്മുടെ ലൈഫിൽ പലവിധ ദോഷങ്ങളും നമ്മളെ വിട്ടകലുവാൻ സാധ്യത ഉണ്ടാകും. ആയതിനാൽ പ്രിയമുള്ളവരെ, നമ്മളെല്ലാവരും കോപം മനുഷ്യർ സഹജമാണ്, എല്ലാവർക്കും കോപം വരുന്നതാണ്. എന്നാലും കോപം വളരെയധികം വലിയൊരു ആപത്തിൽ കൊണ്ടിടുന്നതിന് മുന്നേ അത് നമ്മൾ സ്വയം ശമിപ്പിക്കുവാൻ ശ്രമിച്ചാൽ പലവിധ ആപത്തിൽ നിന്നും നമ്മൾക്ക് തെറ്റി ഒഴിയാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.